അസ്സലാമലൈക്കും ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു സ്പെഷ്യാലിറ്റി പറയുന്നത് എന്താണെന്നറിയില്ലേ? ഇന്ന് ഒരു ദിവസത്തെ ഫുള്ള് ഡെയിലി റുട്ടീൻ, അതായത് ഇന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, രാത്രിയിലത്തെ ഡിന്നർ, അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, അത് കഴിക്കുന്ന ലഞ്ചിനൊക്കെ ഉണ്ടാക്കുന്ന വിധം, അതുപോലെ രാത്രിയിലെ ഫുഡ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് പോയങ്ങ് ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത മക്കളെ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ ഇത് നമ്മൾ കണ്ടോ, ഇന്ന് രാവിലെ നമ്മൾ പുട്ടും പയറും മുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല, ആവി വന്നില്ല, പുട്ടിന് ആവി വന്നില്ല, എന്നോട് കളിക്കണ്ട എൻ്റെ ഉണക്കപ്പുട്ടേ, മൈസൂർ പഴം കൂട്ടി അടിക്കും ഞാനേ. അപ്പം നമ്മളിതാ ഇവിടെ പുട്ടെല്ലാം റെഡിയായി കഴിഞ്ഞട്ടോ. അപ്പം നമ്മൾ നല്ല വെള്ളപ്പുട്ടും അതുപോലെ കുറച്ച് പയറും മുട്ടയും ചായയും കൂട്ടി ഒരു പിടി പിടിക്കുന്ന ആളെ നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പോൾ എൻ്റെ മോൾക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് പുട്ട് കേട്ടോ. പക്ഷേ പുട്ടിനോട് മുട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പയറും വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇത്രയൊക്കെ ധാരാളമല്ലേ, എന്തിനാ ആവശ്യമില്ലാതെ ഒരുപാട് കറികളൊക്കെ വലിച്ചു വാരി ഉണ്ടാക്കി തിന്നുന്നത്. ഇത് തന്നെ വളരെ റിച്ചാണ്, രണ്ടും പ്രോട്ടീൻ നിറഞ്ഞതാണ്. മുട്ടയിലും ധാരാളത്തിലധികം പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ പയറിലും നല്ല റിച്ചല്ലേ, പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പുട്ടും മുട്ടയും പയറും ചായയും കൂട്ടി ഉള്ള ഒരു പിടിയാണ് ഗൈസ്. ഇഷ്ടമായോ? അപ്പോൾ ഉറപ്പായിട്ടും അവൾക്ക് ഇഷ്ടമായി, അതുകൊണ്ടാണ് കേട്ടോ തിന്നുന്ന തീറ്റ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിയാണ്. ഉച്ചയ്ക്കത്തേക്ക് ഞാൻ അയല മീനാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ അയല മീൻ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അതിനെ നല്ല മസാലയൊക്കെ, പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് അത് വീഡിയോ ആയിട്ട് ഇടാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ലേറ്റായിപ്പോയി. അപ്പോൾ ഒരു 4-5 അയല ഉണ്ടായിരുന്നു. അതിനെ അല്പം വലിയ അയലായിരുന്നു, അതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ സവാളയും അതുപോലെ തക്കാളിയും പിന്നെ മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടി, നമ്മളൊരു ന്യൂ രീതിയിൽ ചെയ്യുമല്ലോ അതുപോലെ തന്നെ അങ്ങനെയായിരുന്നു ഇത് വെച്ചത് കേട്ടോ. അത് അടുപ്പത്തിരിക്കട്ടെ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർ പയറാണ്. അപ്പം ഞാനതൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു, ഒരു ലൈവ് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഈ ഒരു സ്റ്റാർ പയർ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊരു സവാളയും കൂടി അരിഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ സവാളയും പിന്നെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാം കാന്താരി മുളകാണ് കേട്ടോ. ഈ കാന്താരി മുളക് ഞാൻ കൈവച്ചിട്ട് ഉടച്ച് ചേർക്കാൻ പോവാണ് ഇതിലോട്ട്. അപ്പം അതെന്താണെന്നറിയില്ലേ, ഇത് കട്ട് ചെയ്തിടുമ്പോഴേ ഇതിൻ്റെ കുരുവൊക്കെ അങ്ങനെ കിടക്കും, അത് മക്കൾക്കൊക്കെ കിട്ടും. പക്ഷേ ഇതിങ്ങനെ ഞരടി ഇടുമ്പോൾ ഈ കുരുവും ഇതെല്ലാം കൂടി അതിലങ്ങ് ചേർന്നിട്ട് ഉള്ള എരിയെല്ലാം അതിലങ്ങ് പിടിക്കും. അവിടെ ഇവർ കടിക്കുമ്പോൾ വായിൽ എരി തട്ടത്തില്ല. അപ്പം അങ്ങനെയാണ് ഞാനൊരു 5-6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി അതിലിത് ഉടച്ച് ചേർത്ത് ഇനി ഈ കൈ വച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പിടിച്ചാൽ എൻ്റെ പൊന്നോ, പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത്തരം പരിപാടികൾ ചെയ്യാൻ എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് സവാള കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു കറി റെഡിയായി. ഇത് ഞാൻ തേങ്ങയൊന്നും ഇതിലിടുന്നില്ല കേട്ടോ. തേങ്ങയ്ക്ക് എന്താ വിലയാ, അതുകൊണ്ട് ഞാനിത് തേങ്ങയൊന്നും ഇടത്തില്ലേ, തേങ്ങ ഇടുന്നില്ല. കുറച്ച് എണ്ണ വീത്തി എടുക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി കുറച്ച് വെള്ളവും
കുറച്ച് ഇത് വേവാൻ ആവശ്യമായ നല്ല വേവുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് വേവാൻ ആവശ്യമായ വെള്ളവും വീത്തി ഞാൻ ഉപ്പ് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, നിങ്ങൾ ഈ ഉപ്പ് നമ്മൾ സാധാരണ പൊടിയല്ലേ ഇടുന്നത്. നിങ്ങൾ ഈ ഉപ്പ് ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് കലക്കണം. കലക്കുമ്പോൾ ഈ ഉപ്പിൻ്റെ അടിഭാഗത്ത് കറുത്ത ചെറിയ ചെറിയ പൊടികളെ ധാരാളമുണ്ട്. നിങ്ങളതൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ഉപ്പിടുന്നവരെല്ലാവരും ഒരു ദിവസം ഈ ഉപ്പ് വെച്ചിട്ട് കലക്കി ഒന്ന് വീത്തിയിട്ട് ഉപ്പ് അവസാനം നോക്കണം. അപ്പോൾ കുറേ കറുത്ത പൊടികൾ അതിലുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉപ്പൊക്കെ ഞാൻ ഉപ്പ് ചാറാണ് വീത്തിയത് കേട്ടോ. കലക്കിയിട്ട് അതിൻ്റെ ചാറാണ് വീത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്ന് അത് വേവുന്ന സമയത്ത് കേട്ടോ അതാ നമ്മുടെ മീൻകറി ഇനി കുറച്ചുകൂടി ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. പക്ഷെ നല്ല മണമാണ്, നല്ല രസമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി അവിടെ ഇരിക്കട്ടെ. ഇനി ഉള്ള പരിപാടി എന്ന് പറയുമ്പോൾ രാവിലെ പുട്ടല്ലായിരുന്നോ, പുട്ടിന് നമുക്ക് പയറല്ലായിരുന്നോ, പയറിൽ നിന്ന് കുറച്ച് ബാക്കിയുണ്ട്. ഇതിനെ ഞാൻ വെച്ചിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ പയർ പാകി പോവണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പരിപ്പ് കറിയാക്കി മാറ്റുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അതുപോലെ ചെറിയ ജീരകം എടുത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാനിത് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചിട്ട് ഇനി ആ പയർ കൂടി ഇതിലോട്ട് ഒന്നിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ അതാ നമ്മുടെ മീൻകറി ഇവിടെ വറ്റി നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലോട്ട് കുറച്ച് എണ്ണ വീത്തിക്കോ. ഏതെണ്ണ ആയാലും മതി, ഇന്ന ഓയിൽ എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും ഇടാം. കുറച്ച് കടുക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ. ഇത് കുറച്ച് വറ്റൽമുളക് എന്ന് പറയുമ്പോഴേ നല്ല പഴുത്ത പച്ചമുളകൊന്ന് വാട്ടിയ മുളകാണ് വറ്റൽമുളക്, നമ്മുടെ സ്വന്തം മുളകാണ്. ആ മുളക് നല്ല രസമാണ് കേട്ടോ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാർ പയറില്ലേ, ചതുരപ്പയർ, അത് ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി വേവാനുണ്ട്. അതിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും കൂടി വീത്തി അതും എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ കടുക് നന്നായിട്ട് കടുക് വറ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പരിപ്പ് എല്ലാം കൂടി അതിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അവിടെ ഇരുന്ന് നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡിയായി. അതുപോലെ നമ്മളതിലും കുറച്ച് ഉപ്പ് ചാറായിട്ട് വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പം ഈ ഉപ്പിൻ്റെ അടിഭാഗത്ത് കുറേ കല്ലും മണലും കറുത്ത പൊടിയും ഒക്കെ അടിയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചതുരപ്പയറിലോട്ട് ഞാൻ കുറച്ച് എണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ചുകൂടി ഒന്ന് ലേശം വെള്ളം കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്കത് റെഡിയാക്കാൻ എടുക്കാം. വെള്ളം ഏകദേശം ഏറെക്കുറെ അങ്ങ് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നാലും ചെറുതായിട്ടൊന്ന് ചെറിയ ആ ഒരു നനവ് പോലുള്ള ഒരു വെള്ളം അവിടെ ഉണ്ട്. അപ്പം അതുകൂടി ഒന്ന് മാറിയാൽ നമുക്കത് നന്നായിട്ട് ശരിയായി കിട്ടത്തുള്ളൂ. ഇനി നമ്മളിതാ ഇവിടെ ചോറ് തിന്നാനായിട്ട് എല്ലാവരും വെപ്രാളം കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചോറ് റെഡിയാക്കുന്ന ഒരു സമയമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോറ് നല്ല റോസ് അരി ചെമ്പാവരിയുടെ ചോറാണ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ മീൻകറി ഉണ്ടോ, നല്ല പാകത്തിനാണ് നമുക്ക് കിട്ടിയത്. അപ്പം അതിലോട്ട് മീൻകറി വെച്ച് കൊടുത്തു. അവർക്ക് ഈ ത്രികോണ രൂപത്തിലുള്ള ഈ ഒരു വാലറ്റമാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ വാലറ്റം മീനാണ് വെച്ച് കൊടുത്തത്. കുറച്ച് കറിയും കൂടി വീത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലോട്ട് നമ്മുടെ ആ ഒരു സ്റ്റാർ പയറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർ പയറും വെച്ചു.
ഇനി നമ്മുടെ പരിപ്പ് കറി ഉണ്ടല്ലോ, ഒഴിക്കാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എല്ലാ കറികളും ഗംഭീരമായി. അപ്പോൾ വളരെ വളരെ പെട്ടെന്നാണ് നമുക്ക് ഇതൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രാവിലത്തെ പയർ ബാക്കി വരുന്നത് പരിപ്പ് കറിയായി, പിന്നെ സ്റ്റാർ പയറായി, അതുപോലെ കുറച്ച് മീൻ കറി. അപ്പോൾ ഇവിടെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. എല്ലാവരും കഴിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ലഞ്ച് അങ്ങനെ ഓക്കെ ആയി. ഇനി എല്ലാവരും അപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ 4 മണി ടൈമായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചായ കുടിക്കാനായിട്ട്. ചായക്ക് മക്കൾക്ക് ഒരു കടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളേ. അപ്പോൾ അവരെ മദ്രസയിൽ പോയിരിക്കുകയാണ്. മദ്രസയിൽ പോയിട്ട് വരുമ്പോൾ ചായയും എന്തെങ്കിലും ഒരു കടിയും കൂടി ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മോൾക്ക് ബിസ്ക്കറ്റ് ഒന്നും പിടിക്കത്തില്ല കേട്ടോ. ഞാനിതുപോലെ എന്തെങ്കിലും ഒരു കടിയൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പഴം വെച്ചിട്ട് ചെറിയ രീതിയിലുള്ള കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദമാവും ഗോതമ്പ് മാവും കൂടെ ചേർത്താണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ലേശം ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് പഞ്ചസാരയും കുറച്ച് ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പ് പൊടിയും കുറച്ച് വെള്ളവും കൂടി വിത്തിട്ട് പാകത്തിന് നമ്മൾ ഇതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് കലക്കാൻ പോവാണ് കേട്ടോ. പാകത്തിന് വെള്ളം അധികരിക്കേണ്ട, വെള്ളം ആവശ്യത്തിന് മതി. എല്ലാം കൂടി ഞാനൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. മാവ് ഇത് നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം കൂടുതലാണ് എന്ന് തോന്നുന്നെങ്കിൽ ഒരല്പം കൂടി പൊടി മാവ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഞാനിതാ ഈ ഒരു പഴം വട്ടത്തിന് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് നേരത്തെ പഞ്ചസാര ഇട്ടായിരുന്നു, പക്ഷേ കുറച്ച് അളവിലേ ഇട്ടിട്ടുള്ളൂ, വളരെ കുറഞ്ഞായിട്ട് ഇട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരല്പം കൂടി പഞ്ചസാര അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏത്തക്കായ വട്ടത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അധികം സ്ലൈസായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത്, ഇച്ചിരി കട്ടിയുണ്ട്. കുറച്ച് നമ്മൾ ചിപ്സിനൊക്കെ അരിയത്തില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ നമ്മൾ കോരി എണ്ണയ്ക്കകത്തോട്ട് ഓരോ സ്പൂണിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് അവിടെ കിടന്ന് ഇതാവുമ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ മൂത്ത് ഇവർക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആ ഒരു പുറമേ ഉള്ള നമ്മൾ ആ ഒരു മാവ് ധാരാളം കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി വട്ടത്തിന് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടും. ഇവിടെ നമ്മൾ ഏത്തക്കായ ഇതേപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ. നന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറാവണം. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതേപോലെ ഞാൻ ഓരോന്നും കോരി വിത്തിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് ഒന്ന് മൂത്ത് വരട്ടെ, എന്നിട്ട് അടുത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി മറിച്ചിടേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് മൂക്കണം. സെറ്റായിപ്പോയി കേട്ടോ. എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഓരോ പീസുകളായിട്ട് മാറ്റി എടുക്കാം. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കണ്ടോ, നല്ല കുറച്ചുകൂടി ഒന്ന് ബ്രൗണിഷ് ആവണം. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ അങ്ങനെ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ.
നമ്മളെ അത്താഴത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അത്താഴത്തിന് ഞാൻ കുട്ടികൾക്ക് ചോറ് തന്നെയാണ് കൊടുക്കുന്നത്. ചോറാണ് വെച്ചത്, ചൂടായിട്ട് ചോറ് വെച്ചു കേട്ടോ. ഉച്ചയ്ക്ക് വെച്ച ചോറ് അത് കുറച്ചേ വെക്കത്തുള്ളൂ, ബാക്കിയൊക്കെ വരുന്നത് അപ്പം തന്നെ താറാവിനും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കുമ്പം അതവിടെ അങ്ങ് കഴിയും. പിന്നെ അതിനുശേഷം രാത്രി ചൂടോടെയാണ് ഞാൻ ചോറ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ. ഞാനതിന് ഒരു 3 താറാമുട്ട എടുത്തിട്ടുണ്ട്. 3 താറാമുട്ട നല്ലതുപോലെ കഴുകുകയാണ്. നല്ലതുപോലെ ഞാൻ കലിമയൊക്കെ ചൊല്ലി ഈ താറാമുട്ടയൊന്ന് കഴുകിയെടുക്കട്ടെ. നല്ലതുപോലെ ഇതിനെ ഒന്ന് കഴുകിയിട്ടേ അതിൽ നമുക്ക് ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ താറാമുട്ട വെച്ചിട്ട് നല്ല അടിപൊളി മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓംലേറ്റ് തയ്യാറാക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് രാത്രിയിൽ ഈ ഒരു ഓംലേറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെയും കാന്താരി പ്രയോഗമാണ് കേട്ടോ. ഞാൻ ഈ കാന്താരി വിട്ടുള്ള ഒരു കളിയിലും ഇല്ല മക്കളെ. അപ്പോൾ ഞാനൊരു 3 കാന്താരി എടുത്തിട്ടുണ്ട്. എരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. 3-4 കാന്താരി ഉണ്ട് കേട്ടോ. നല്ല എരിവുണ്ടായിരിക്കാം. പക്ഷെ കാന്താരി നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല, ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു മുളകാണ് ഈ കാന്താരി മുളക് എന്ന് പറയുന്നത്. കിട്ടുന്നവരാരും കളയല്ല കേട്ടോ. എവിടെ നിന്ന് കിട്ടിയാലും ഈ സംഭവം നിങ്ങൾ ഇത് കഴിക്കാൻ നോക്കുക. നല്ല സൂപ്പറാണ്. പക്ഷേ ഡയറക്റ്റായിട്ടൊന്നും ചെന്ന് കഴിക്കരുത്, പണി പാളും. നല്ല എരിവാണ്. ഇത് കയ്യൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കുറേ നേരം പിന്നെ അതിൻ്റെ ഒരു മണം നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും പിന്നെ മുഖത്തോ മറ്റു ഭാഗങ്ങളിലോ ഒന്നും ചൊറിയാനൊന്നും നിൽക്കണ്ട. കണ്ണിലൊക്കെ പ്രത്യേകിച്ച് കണ്ണിലെങ്ങാനും കരട് പോയി ഒന്ന് കണ്ണ് വെച്ചിട്ട് ഒന്ന് ഇത് കൈ വെച്ചിട്ട് കണ്ണിലോട്ടൊന്ന് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി, പിന്നെ കാഴ്ചയും കൂടി മങ്ങി. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. സവാളയും നന്നായിട്ട് വലിയ സവാളയാണ്, പെട്ടെന്ന് അരിഞ്ഞ് തീർക്കാൻ പറ്റുന്ന സവാള, അതുകൊണ്ട് ഞാൻ സവാള ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഇനി കുറച്ച് ഉപ്പ് ചാറാണ് വീത്തിയിരിക്കുന്നത്, കലക്കി ഉപ്പേ അതാണ് ഞാൻ വീത്തിയിട്ടുള്ളത്. ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ആ ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. ഇനി അതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ താറാമുട്ട ഒന്ന് പൊട്ടിച്ച് വീത്തി കൊടുക്കുകയാണ് കേട്ടോ. എന്തേ നോക്കി, നല്ല കളർ കണ്ടോ നല്ല നല്ല മഞ്ഞ നാടൻ താറാവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ല വലിപ്പമുള്ള ഒരു 3 മുട്ടയൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് ഓംലേറ്റ് കിട്ടും. എന്തോ ഒരു കളറെന്ന് നോക്കിയാൽ നല്ല ചുമന്ന കളറാണ്. നല്ല രസമുള്ള ടേസ്റ്റുള്ള മുട്ടയാണ് നല്ല താറാമുട്ടയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു മുട്ടയാണ് താറാമുട്ട. ശരിക്കും പറഞ്ഞാൽ ഈ താറാമുട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണ് ഈ താറാമുട്ട എന്ന് പറയുന്നത്. ചീത്ത കൊളസ്ട്രോൾ അല്ല. നമ്മൾ സാധാരണ മുട്ടയൊക്കെ ധാരാളമായിട്ട് തിന്നുമ്പോൾ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാകും. പക്ഷെ അത് മുട്ട അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെ ഈ നമ്മൾ താറാമുട്ട നിങ്ങൾ കഴിച്ചു നോക്കുക, തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ അല്ല, ഇവിടെ നല്ല കൊളസ്ട്രോൾ ആണ് താറാമുട്ട കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായത് നല്ല കൊളസ്ട്രോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് യാതൊരുവിധ ദോഷവും സൈഡ് എഫക്റ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പം അതാണ് ഇതിനുള്ളത്. അപ്പം ഞാനിതാ പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ വിത്ത് കൊടുത്തേ. ഇനി ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഓരോ ഓംലേറ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലതായിട്ട് പരത്തി ആ ഒരു സവാളയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ നന്നായിട്ട് വെന്താൽ മാത്രമേ, ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് ഇരിക്കണം, എന്നാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നും ഇതേപോലെ നമുക്കുണ്ടാക്കിയെടുക്കാം.
നമ്മുടെ മുട്ടകളെല്ലാം ഇതാ ഓരോന്നായിട്ട് നമ്മൾ ഓംലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള മോനും മൂക്കും ഉള്ളത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടുപേർക്കും കൂടി കഴിക്കാൻ കൊടുക്കുകയാണ്. അതാ ഇവിടെ ഒരാൾ കഴിക്ക് തുടങ്ങി. അപ്പോൾ മുട്ട ഇതേപോലെ നല്ലതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളല്ലേ, അവർ രാത്രി ചോറ് കഴിക്കുമെങ്കിൽ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസമൊന്നും കഴിക്കാറില്ല. നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അത്താഴവും കഴിഞ്ഞ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.